നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പനിച്ചുവിറച്ച് കാസർഗോഡ് ജില്ല. ഡെങ്കിപ്പനിയും പടരുന്നു. കാലവർഷം കനത്തു. അജാനൂർ കടപ്പുറത്ത് കടലേറ്റം. നിരവധി വീടുകൾ തകർച്ചയെ നേരിടുന്നു. കാഞ്ഞങ്ങാട് നഗരസഭയിൽ വാർഡ് കേന്ദ്രങ്ങളിൽ ഓഫീസ് തുറന്നു. ചെറുകിട വ്യാപാര മേഖലയിലെ കുത്തകകളുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കണമെന്ന ആവശ്യം ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU ഏരിയ സമ്മേളനം സമാപിച്ചു. ജീവകാരുണ്യ പ്രവർത്തനത്തിന് ക്ഷേത്ര സഹായനിധി. കൂടാനം ക്ഷേത്ര സേവാ സംഘം മാതൃകയാകുന്നു. പെരളത്തെ കുട്ടികൾ വെള്ളക്കെട്ടിനെ പേടിക്കില്ല. കുട്ടികളെ നീന്തൽ പഠിപ്പിച്ച് റെഡിയങ്സിന്റെ പ്രവർത്തകർ. തെക്കേപ്പുറം തണൽ ചാരിറ്റി കൂട്ടായ്മ പ്രവർത്തനം മാതൃകയാകുന്നു. ലോഗോ പ്രകാശനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഡെങ്കിപ്പേടിയിൽ ജില്ല. നാട് പനിച്ചു വിറയ്ക്കുന്നു. മരണം 4ആയി. 41 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ജില്ലയിൽ ഡെങ്കിപ്പനി പടരുന്നതായാണ് ആരോഗ്യവകുപ്പ് പുറത്തുവിടുന്ന വിവരങ്ങൾ. രോഗമുണ്ടെന്ന സംശയത്തെ തുടർന്ന് 400ഓളം പേർ ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. ഇതുവരെ 41 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനിടെ ഡെങ്കിപ്പനി ബാധിച്ച് ബന്ദിടകയിൽ ഒരാൾ കൂടി മരിച്ചു. ഇതോടെ ഈ വർഷം ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 4ആയി. അതിനിടെ എലിപ്പനി എന്ന സംശയത്തെ തുടർന്ന് 2 പേരും നിരീക്ഷണത്തിലുണ്ട്. കഴിഞ്ഞ വർഷത്തെ അത്രത്തോളം ഇല്ലെങ്കിലും പനി പടരുന്നത് ജനങ്ങളിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. മഴക്കാല പൂർവ്വ ശുചീകരണം പേരിന് മാത്രമാണ് നടക്കുന്നതെന്നും ആരോപണമുണ്ട്. ആദ്യഘട്ടത്തിലെ ശുചീകരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുടങ്ങിയപ്പോൾ രണ്ടാം ഘട്ടത്തിലെ ശുചീകരണം വേനൽ മഴയിലും മുങ്ങി. കഴിഞ്ഞ വർഷം ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ച് 4 പേർ മരിച്ചിരുന്നു. ജാഗ്രത ശക്തമാക്കുമെന്ന് DMO അറിയിച്ചു. 2 മാസത്തിനിടെ ജില്ലയിൽ 40 പേർക്ക് മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 290ഓളം പേർ മലേറിയ ബാധിച്ച് ചികിത്സ തേടിയിരുന്നു. കൂടുതലായും കണ്ടുവരുന്നത് അന്യസംസ്ഥാന തൊഴിലാളികൾക്കാണ്. വൃത്തിഹീനമായ പ്രദേശത്ത് താമസിക്കുന്നവരാണ് ഇവരിൽ കൂടുതലും. കൊതുകുകളിലൂടെ പെരുകുന്ന ഇത്തരം രോഗങ്ങൾ തടയുന്നതിന് ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. കാലവർഷം കനത്തതോടെ കടലേറ്റം ശക്തമായി. അജാനൂർ കടപ്പുറത്ത് കടലേറ്റത്തിൽ 10ഓളം തെങ്ങുകൾ കടപുഴകി വീണു. അജാനൂർ കടപ്പുറത്ത് കടലേറ്റം രൂക്ഷമായി. ഇത്തവണ കടൽഭിത്തി തകർത്തുകൊണ്ടാണ് കടലേറ്റമുണ്ടായിരിക്കുന്നത്. തീരദേശത്തെ റോഡും തകർച്ചയെ നേരിടുകയാണ്. നിരവധി വീടുകളും തകരുന്ന ആശങ്കയിലാണ് തീരദേശവാസികൾ. കടൽഭിത്തി തകർന്നതോടെ റോഡ് ഇല്ലാതാകുന്നുവെന്ന ആശങ്കയും നിലവിലുണ്ട്. നിരവധി തെങ്ങുകളും കടപുഴകി വീണ നിലയിലാണ്. കടലേറ്റം രൂക്ഷമായതോടെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ പട്ടിണിയിലാണ്. സൗജന്യ റേഷൻ അനുവദിക്കാനുള്ള നടപടി വേണമെന്ന ആവശ്യമാണ് ഇവർ ഉയർത്തുന്നത്. ഞങ്ങൾ ഇത് പിടിഞ്ഞു വീണെങ്കിൽ ഞങ്ങളുടെ ജീവിതം ഇപ്പം പട്ടിണി തന്നെ. ഞങ്ങൾ ഒരു 1.5 കൊല്ലത്തിനടുത്ത് ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു അനുകൂല്യം നമുക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ അതെല്ലാം നാട്ടിൽ എന്തെല്ലാം കിട്ടുന്നുണ്ട്, നമുക്ക് ഇവിടെ ഇതുവരെയായിട്ട് ഒന്നുമില്ല. പിന്നെ നമ്മുടെ ജീവിതം ഇതുണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. വീണ്ടും കട്ടണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. നമുക്ക് എന്തായാലും കട്ടിയാലേ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് ഇത് മുമ്പേ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്ത് കടലെത്തിക്കൊണ്ടാണ് ഈ പാതർ കെട്ടാൻ സാധ്യത. ഇപ്പം ഞങ്ങൾ പറയും ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾ ആണുങ്ങൾ വരെ ചായയും വെള്ളം കുടിക്കാതെ ജീവിക്കുന്നു. ഞങ്ങൾ ഈ കൂട്ടത്തലമ വെച്ചിട്ടാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ നിറഞ്ഞിട്ട് പോകുന്നതല്ലാതെ ഞങ്ങളുടെ ജീവിതം പട്ടിണി. ട്രോളിംഗ് നിരോധനം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ദുരിതങ്ങളുടെ കാലമാണ്. റോഡ് ഇതുവരെ റിപ്പയറാക്കാൻ റോഡും പോയി എല്ലാം പോയി. ഇത് ആഴ്ച തിരിമറി നോക്കുന്നില്ല. മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയായിട്ട് കുറേ നിൽക്കുന്നു. ആധാർ ഇടിഞ്ഞിട്ട് പോയി. അത് നോക്കാൻ വരുന്ന ആരും വരുന്നില്ല. അതുമല്ല ഇത് ചെറിയ കല്ലിട്ടിട്ട് തൽക്കാലത്തേക്ക് ചെറിയ കല്ലിട്ടിട്ട് പോയി. മത്സ്യബന്ധനവുമില്ലാതായതോടെ കനത്ത ആഘാതമാണ് കടലേറ്റം മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്നത്. കടലേറ്റം നടന്ന പ്രദേശങ്ങൾ വാടകങ്ങളായ കുഞ്ഞാമിന, ഷീബ സതീശൻ തുടങ്ങിയവർ സന്ദർശിച്ചു. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. ചെറുകിട വ്യാപാര മേഖലയിലെ കുത്തകകളുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കണം. ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU ഏരിയ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. ചെറുകിട വ്യാപാര മേഖലയിലെ കുത്തകകളുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കാൻ നടപടി വേണമെന്ന് CITU കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. സെപ്റ്റംബർ 2 അഖിലേന്ത്യാ സമ്മേളനം വിജയിപ്പിക്കാനും സമ്മേളനം തീരുമാനിച്ചു. സമ്മേളനം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് DV അമ്പാടി ഉദ്ഘാടനം ചെയ്തു.
ഉണ്ടാകുമെന്നുള്ളൊരു വസ്തുതയാണ്. ഓരോ മേഖലകളിലും ശ്രദ്ധിച്ചു നോക്കൂ. ഇൻഷുറൻസ് മേഖല 49% ഷെയറുകൾ വിൽക്കാനാണ് തീരുമാനിച്ചത്. 49%. ആ ഷെയറുകളെല്ലാം വിൽക്കുക. അതുപോലെ തന്നെ റെയിൽവേ മേഖല ഇപ്പൊ അടുത്ത കാലത്ത് അതിന്റെ നിയമങ്ങൾ വരാൻ വേണ്ടി പോവുകയാണ്. ഏരിയ പ്രസിഡന്റ് കെ രാജീവൻ അധ്യക്ഷനായി. ജയചന്ദ്രൻ, കെ വി കുഞ്ഞികൃഷ്ണൻ, അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭാ വാർഡ് കേന്ദ്രങ്ങളിൽ ഓഫീസ് പ്രവർത്തനം തുടങ്ങി. പൊതുജനങ്ങളുടെ ആവശ്യാർത്ഥമാണ് മുഴുവൻ വാർഡുകളിലും ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുന്നത്. കാഞ്ഞങ്ങാട് നഗരസഭയുടെ മുഴുവൻ വാർഡ് കേന്ദ്രങ്ങളിലും ഓഫീസ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. പൊതുജനങ്ങളുടെ ആവശ്യം നേരിട്ടറിയുക എന്ന ലക്ഷ്യവുമായാണ് ഓഫീസുകൾ പ്രവർത്തിക്കുന്നത്. കാഞ്ഞങ്ങാട് നഗരസഭയുടെ 4-ാം വാർഡിൽ ചെയർമാൻ വി വി രമേശൻ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന പദ്ധതി നമ്മുടെ നഗരസഭ ഉൾപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ആ പദ്ധതി വന്നു കഴിഞ്ഞാൽ വീട് ഇല്ലാത്ത ഒരാളുണ്ടാവില്ല, മുഴുവൻ ആളുകൾക്കും വീടാണ്. വി കരുണാകരൻ അധ്യക്ഷനായി. പി ശശി, പി കുഞ്ഞികൃഷ്ണൻ, എം കെ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സഹായനിധി ഒരുക്കി കൂടാനം ക്ഷേത്ര സേവാ സംഘം. സേവാ സംഘത്തിന്റെ സഹായനിധിയിലേക്കുള്ള ആദ്യ ഫണ്ട് കുഞ്ഞിരാമൻ MLA ഏറ്റുവാങ്ങി. ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ വഴിയിൽ സഹായനിധി ഒരുക്കി കൂടാനം മണിയന്തട്ട മഹാവിഷ്ണു ക്ഷേത്ര സേവാ സംഘം മാതൃകയാവുന്നു. ക്ഷേത്രപരിധിയിലെ കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് സഹായനിധിയിൽ നിന്നും സഹായം നൽകാൻ സ്വയം സന്നദ്ധരായി കുടുംബങ്ങൾ രംഗത്തു വരികയായിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥരും പ്രവാസികളും ഉൾപ്പെടെ മുഴുവൻ കുടുംബങ്ങളും പങ്കെടുത്ത യോഗത്തിൽ സഹായധനം കൈമാറുകയുണ്ടായി. സഹായനിധിയിലേക്ക് ഒറ്റ ദിവസം കൊണ്ട് 1 ലക്ഷത്തിലേറെ രൂപ സ്വരൂപിക്കാനും സാധിച്ചു. ക്ഷേത്രപരിധിക്കകത്തെ നിർധന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് തുടർപഠനം, വിവാഹധന സഹായം, ചികിത്സാധന സഹായം തുടങ്ങിയ മേഖലയിലാണ് സഹായം എത്തിക്കുന്നത്. റിട്ടയർഡ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എം ബാലകൃഷ്ണൻ നായരിൽ നിന്നും കെ കുഞ്ഞിരാമൻ MLA ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങി. മനുഷ്യരുടെ ജീവിതം അതുവരെയുണ്ടായ പുറത്തുണ്ടായ ജീവിതത്തെക്കുറിച്ച് നമുക്കെല്ലാം അറിയാൻ കഴിയും. അതൊരു നമ്മളെപ്പോലെ ആളുകൾക്ക് പകർത്താൻ പറ്റുന്ന രീതി. സമ്പത്ത് മാത്രം ഉണ്ടായ കാര്യമില്ല. സമ്പത്ത് മാത്രം ഉണ്ടായ കാര്യം വേണ്ട ഞാൻ ജീവിച്ചോളാം എന്ന് വിശ്വസിക്കുന്ന കുറേ ആൾ നമ്മുടെ നാട്ടിൽ താൽക്കാലികമായി കഴിയും. പക്ഷേ സമൂഹത്തിന് പിന്തുണ, സമൂഹത്തിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി കഴിയില്ലെങ്കിൽ ഒരു സമ്പത്തുണ്ടായിട്ടും ആർക്കും കാര്യമില്ലാത്തതുകൊണ്ട് തെളിവ് നമ്മുടെ നാട്ടിൽ എത്രയോ ഉണ്ട്. ഇനി എന്നും കയ്യില്ലെങ്കിൽ ഒരവസാനം രോഗം കിട്ടും. ആരും മറ്റൊന്നും ചെയ്യാൻ കയ്യില്ലെങ്കിൽ രോഗം വന്ന് ഈ കാശ് മുഴുവൻ തീർക്കുന്നിടത്തേക്ക് എത്തും. ഇനി അതല്ലെങ്കിൽ നല്ല സമ്പത്തുണ്ടാക്കി വെച്ച് അച്ഛനമ്മ ഉണ്ടാക്കി വെച്ച് പിന്നെ സമ്പത്ത് മുഴുവൻ നശിപ്പിക്കാൻ പറ്റി ഏതെങ്കിലും മക്കളുണ്ടാവും. ഇന്നത്തെ കാലത്ത് മക്കളുണ്ടാ കുറവാണെങ്കിലും. സേവാസംഘം പ്രസിഡന്റ് ടി രാമകൃഷ്ണൻ നായർ അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉഷാചന്ദ്രൻ, ശശിധരൻ തന്നിത്തോട്, പി കുഞ്ഞമ്പു നായർ, വി കുഞ്ഞിരാമൻ, പി കെ കൃഷ്ണൻ, എ നാരായണൻ, എ കെ സുരേഷ്, പ്രമോദ് പെരിയ, എം കൃഷ്ണൻ, പി വേണുനായർ, കെ എം അശോകൻ, കെ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ചടങ്ങിൽ SLC, +2 പരീക്ഷയിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ പി കുഞ്ഞമ്പു നായർ കുട്ടികൾക്ക് ഉപഹാരം കൈമാറി. കപട വാഗ്ദാനങ്ങൾ നൽകി എൻഡോസൾഫാൻ ദുരിതബാധിതരെ കബളിപ്പിക്കുന്നുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി പ്രസിഡന്റ് മുനീസ അമ്പലത്തറ. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. കപട വാഗ്ദാനങ്ങൾ നൽകി ദുരിതബാധിതരെ കബളിപ്പിക്കുന്നുവെന്ന പ്രചരണം അടിസ്ഥാനരഹിതവും അങ്ങേയറ്റം പ്രതിഷേധാർഹവുമാണെന്ന് സമരസമിതി നേതാക്കൾ കാഞ്ഞങ്ങാട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ദുരിതബാധിതരുടെ അമ്മമാരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത സംഘടനയാണ്. കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കുകയും വരവ് ചെലവ് ഉൾപ്പെടെയുള്ള കണക്കുകൾ കൃത്യമായി അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കഞ്ഞിവെപ്പ് സമരത്തിലും പട്ടിണി സമരത്തിലും സ്വമേധയാ തയ്യാറായാണ് അമ്മമാർ എത്തിയിട്ടുള്ളത്. അമ്പലത്തറയിൽ മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് വേണ്ടി നടത്തുന്ന സ്നേഹവീട് സമരസമിതിയുടെ സ്ഥാപനമല്ല, ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. നെഹ്റു കോളേജ് സാഹിത്യവേദിയുടെ സഹായത്തോടെ കെട്ടിടം പണിയും പുരോഗമിച്ചു വരികയാണ്. സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളെ അത് അർഹിക്കുന്ന അവഗണനയോടെ ജനങ്ങൾ തള്ളിക്കളയുമെന്നും നേതാക്കൾ പറഞ്ഞു. തികച്ചും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് അതിൽ സമരത്തിൽ പങ്കെടുത്ത ഒരു അമ്മയും സമരത്തിൽ പങ്കെടുത്തിട്ടില്ലാത്ത 4 അമ്മമാരും ഉന്നയിച്ചത്. അതിൽ ഒരു അമ്മ തീർത്തും കബളിപ്പിക്കപ്പെടുകയായിരുന്നു എന്നാണ് അറിയുന്നത്. എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി രജിസ്റ്റേർഡ് ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ്. നമ്മൾ സമരം നടത്തുന്നത് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അവരോട് ഒരിക്കലും നിർബന്ധിച്ച് പണപ്പിരിവ് നടത്തിയിട്ടില്ല. പണമില്ലാതെ ഒരു സംഘടനയ്ക്കും പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾക്കറിയാം, ഞാൻ പറയേണ്ടതില്ല. ഞങ്ങൾ ഇവിടെ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുമ്പോൾ ഇത്രയും വലിയ ജനപിന്തുണ സമരത്തിനുണ്ടാകും എന്നൊന്നും കരുതിയിട്ടില്ല.
കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി നേതാവ് മുനീസ അമ്പലത്തറ, അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ, ടി ശോഭന, നളിനി, വിദ്യ, വിമല, ചന്ദ്രാവതി, രമണി, സുമതി തുടങ്ങിയവർ പങ്കെടുത്തു. തെക്കേപ്പുറം തണൽ ചാരിറ്റി കൂട്ടായ്മയുടെ ലോഗോ പ്രകാശനം നടന്നു. തെക്കേപ്പുറം ലയൺസ് ഹാളിലാണ് പരിപാടി നടന്നത്. തണൽ ചാരിറ്റി കൂട്ടായ്മയുടെ ലോഗോ പ്രകാശനം തെക്കേപ്പുറം ലയൺസ് ഹാളിൽ നടന്നു. ധനസഹായ വിതരണവും നടന്നു. 2005 ജൂലൈയിൽ ആരംഭിച്ച തണൽ ചാരിറ്റി കൂട്ടായ്മ ഇന്ന് 35ഓളം കുടുംബാംഗങ്ങൾക്ക് കൈത്താങ്ങൊരുക്കുകയാണ്. 6 വ്യക്തികൾക്കുള്ള ചികിത്സാ സഹായവും 3 കുടുംബത്തിനുള്ള വീട് നിർമ്മാണവും നടന്നുവരികയാണ്. നിർധനരായ കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്കുള്ള വിവാഹ ധനസഹായവും നൽകി വരുന്നുണ്ട്. തികച്ചും മാതൃകാപരമായ പ്രവർത്തനമാണ് തണൽ ചാരിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നത്. ലോഗോ പ്രകാശനം തെക്കേപ്പുറം ഖത്തീബ് മുഹമ്മദ് വഹീബ് നിർവഹിച്ചു. അള്ളാഹുവാണ് സത്യം, അവൻ സത്യവിശ്വാസിയല്ല, അവൻ സത്യവിശ്വാസിയല്ല. വലിയ പ്രശ്നമായാൽ 3 പ്രാവശ്യം ആവർത്തിക്കും, അതിൽ കൂടുതൽ പോകാറില്ല. അപ്പൊ സദസ്സിലെ ആളുകൾ ആരെ പറ്റിയാണ് നബി പറയുന്നത്? അവൻ സത്യവിശ്വാസിയല്ല എന്ന് പറയുന്നത് ആരെ പറ്റിയാണ് എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് മൻ ലാ യുമിനു ജാറുഹു ബവാഇഖഹു. അറബി അറിയാത്തവർക്ക് ഞാൻ അർത്ഥം പറയാം. തണൽ ചാരിറ്റി കൂട്ടായ്മ പ്രസിഡന്റ് സി ഖാലിദ് പാലക്കി അധ്യക്ഷനായി. ചടങ്ങിൽ റഷീദേരത്ത്, എസ് കെ കുട്ടൻ, സുൽകുമാർ, പാലക്കി കുഞ്ഞാമദ് ഹാജി, ബെസ്റ്റോ കുഞ്ഞാമദ്, കെ കെ ബദറുദ്ദീൻ, എം ഇബ്രാഹിം, അഹമ്മദ് കിർമാണി, സി ഹമീദ്, എം ഹമീദ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. AIYF കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC+2 വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കാഞ്ഞങ്ങാട് പീസ് സ്മാരക മന്ദിരത്തിലാണ് പരിപാടി നടന്നത്. AIYF കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് SSLC+2 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചത്. കാഞ്ഞങ്ങാട് പീസ് സ്മാരക മന്ദിരത്തിൽ നടന്ന പരിപാടി റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം വലിയ ഒരളവോളം സാർവത്രികമായ വിദ്യാഭ്യാസം, അത് സെക്കൻഡറി തലം വരെ സൗജന്യ വിദ്യാഭ്യാസം, ഹയർ സെക്കൻഡറിയും അതുപോലെ തുടർന്ന് മുകളിലോട്ട് പരമാവധി വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി നടത്താൻ കഴിയുന്ന സൗകര്യങ്ങൾ എല്ലാം നിലനിൽക്കുന്ന കേരളത്തിൽ രക്ഷിതാക്കൾ പോലും കുറെ കൂടുതൽ ഭേദപ്പെട്ട വിദ്യാഭ്യാസം നേടിയവരായതുകൊണ്ട് സ്വന്തം മക്കളെ പഠിപ്പിക്കാൻ എല്ലാ പരിശ്രമവും നടത്തുകയാണ്. ആ പരിശ്രമങ്ങളൊക്കെ നടത്തുമ്പോൾ എം ശ്രീജിത്ത് അധ്യക്ഷനായി. മുകേഷ് ബാലകൃഷ്ണൻ, എ ദാമോദരൻ, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, രമേശ് കണ്ണോത്ത്, മണിയേരിക്കുളം, പ്രകാശൻ പള്ളിക്കാപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് മുസ്ലിം വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ റംദാൻ റിലീഫും സ്നേഹസംഗമവും സംഘടിപ്പിച്ചു. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് മുസ്ലിം വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ റമദാൻ റിലീഫും സ്നേഹസംഗമവും നടന്നു. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ നടന്ന പരിപാടി മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. സന്ദേശത്തെക്കുറിച്ച് ഞാൻ പ്രസംഗിച്ചു പോയിട്ടുള്ള കാര്യമില്ല. സമാധാനത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒക്കെ തന്നെ വിശുദ്ധിയിലെ, ഹൃദയശുദ്ധിയിലെ, മനഃശുദ്ധിയിലെ ഒക്കെ തന്നെ വളരെ പ്രബലമായ രൂപമായി കാര്യമാണ്. റമദാൻ റിലീഫ് ഉദ്ഘാടനം കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് മെട്രോ മുഹമ്മദ് ഹാജി നിർവഹിച്ചു. അബൂബക്കർ ഹാജി അധ്യക്ഷനായി. നിർധന കുടുംബങ്ങളിലെ രോഗികൾക്കുള്ള ചികിത്സാ ധനസഹായം, വിവാഹ ധനസഹായം, ഭവന നിർമ്മാണ സഹായം, വിദ്യാഭ്യാസ ധനസഹായം തുടങ്ങിയവ ചടങ്ങിൽ വിതരണം ചെയ്തു. സബ് കളക്ടർ മൃണ്മയി ജോഷി, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ, റംസാൻ ആറങ്ങാടി തുടങ്ങിയവർ സംസാരിച്ചു. സ്നേഹത്തിന്റെ ഇഫ്താർ വിരുന്നൊരുക്കി ക്ഷേത്ര നടത്തിപ്പുകാർ. ഉദ്യാവാരയിലാണ് മതസൗഹാർദ്ദത്തിന്റെ വേറിട്ട വേദിയൊരുങ്ങിയത്. നന്മകൾ അസ്തമിച്ചു പോവുകയും മതത്തിന്റെ പേരിൽ ആളുകൾ പരസ്പരം പോരെടുക്കുകയും ചെയ്യുന്ന വർത്തമാനകാലത്താണ് മഞ്ചേശ്വരത്തു നിന്നും മതസൗഹാർദ്ദത്തിന്റെ പുതിയ വാർത്ത വന്നത്. ഉദ്യാവര ക്ഷേത്ര നടത്തിപ്പുകാരുടെ നേതൃത്വത്തിൽ മഞ്ചേശ്വരം അക്കര മുഹീദ്ദീൻ പള്ളിയിലായിരുന്നു സ്നേഹത്തിന്റെ ഇഫ്താർ സംഗമം ഒരുക്കിയത്.
മഞ്ചപ്പ ഭണ്ഡാരി, കൃഷ്ണപ്പ, മഞ്ജു ഭണ്ഡാരി എന്നിവരുടെ നേതൃത്വത്തിൽ നോമ്പുതുറ വിഭവങ്ങളുമായി എത്തിയ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളെ ജമാഅത്ത് പ്രസിഡന്റ് ഇബ്രാഹിം അജി, സെക്രട്ടറി ഇബ്രാഹിം അക്കര, ഇസ്മായിൽ, സിറാജ്, സിദ്ദിഖ് മഞ്ചേശ്വരം, സൈഫ് തുടങ്ങിയവർ സ്വീകരിച്ചു. ಈ ಒಂಜಿ ರಂಜಾನ್ ಮಾಸದ ಎಡ್ಡೆ ದಿನ ತನಿ ಒಂಜಿ ಇಫ್ತಾರ ಕೂಟ ಮನ್ಪೊಡೊಂದು ಒಂಜಿ 2 ವರ್ಷದ ಆಲೋಚನೆ ಮಂತೊಂದಿತ್ತೆ. ಮೋಡುಲ ನಮ್ಮ ದೋಸ್ತಿನಕ್ಕಿಲ್ದ ಪಣ್ಣಗ ನನ್ನ ದಿನ ಲೇಟ್ ಆಂಡು ಮುಟ್ಟುಗಡಿ ಆಂಡು ಪರ್ಪುಣ ವರ್ಷ ಮನ್ಪುಗಂದು ಬಂಡೇರಿ ಅಂಚಾದ ಈ ವರ್ಷ ಅದು ಇಂದು ಒಂಜಿ ಪವಿತ್ರ ದಿನ ಅದು ನಮ್ಮ ಮಾಡದಲ್ಲ ಸಾವಿರ ಜಮಾತ್ ಪಳ್ಳಿದಲ್ಲ ಒಂಜಿ ಸಂಬಂಧದ ಒಂಜಿ ಆ ಗನಿಷ್ಠತೆ ಲೆಕ್ಕೊಡು ಈ ಒಂಜಿ ಇಫ್ತಾರ್ ಪಾರ್ಟಿನ ಎಂಕಲು ಮಾತೆರ್ಲ ಸೇರಿದು ಈ ಜಮಾತದಕ್ಕಲು ಸೇರಿದು ಮಂತದಿಲ್ಲ ಅವು ಕಾರ್ಯಕ್ರಮ ಪೊರ್ಲುಡು ಎಡ್ಡೆ ನಡೆಸ್ತದೆ ಮಾತೆರೆಗ್ಲ ದೇವರ ಆಶೀರ್ವಾದ ತಿಕ್ಕಡಿಂದು ಯಾರು ಮಂಜು ಭಂಡಾರಿನ ನೆಲೆಟ್ಟು ಕೇಳುದು. മൂലക്കണ്ടം ഷാവേസ് സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. മൂലക്കണ്ടം ജംഗ്ഷനിലായിരുന്നു പരിപാടി നടന്നത്. മൂലക്കണ്ടം ഷാവേസ് സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിജയോത്സവം 2016 സംഘടിപ്പിച്ചു. SLC പരീക്ഷയിൽ ക്ലബ്ബ് പരിധിയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. SLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അമിഷ ചന്ദ്രൻ, VV മിഥുൻ, +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അഭിറാം, അശ്വതി P നായർ തുടങ്ങിയ കുട്ടികളെയാണ് അനുമോദിച്ചത്. DYFI ജില്ലാ സെക്രട്ടറി K മണികണ്ഠൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതിലേക്ക് പ്രതികരണമാണ് കേരളത്തിലുണ്ടായിട്ടുള്ള ഭരണമാറ്റം. തീർച്ചയായിട്ടും അതിൽ കേരളത്തിലെ ജനങ്ങൾ വലിയ പ്രതീക്ഷയാണ് അർപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ പ്രതീക്ഷക്കനുസരിച്ചുകൊണ്ടൊരു ഭരണം കേരളത്തിലുണ്ടാവുക തന്നെ ചെയ്യും. അതാണ് മലപ്പുറം സ്കൂൾ ഉൾപ്പെടെയുള്ള സ്കൂളുകളുടെ കാര്യത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിച്ച ശരിയായ നിലപാട്. അതാണ് ജനപക്ഷ നിലപാട്. അതാണ് വിദ്യാഭ്യാസത്തിന്റെ മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ സ്വീകരിക്കുന്ന ശരിയായ സമീപനം. C ബാലകൃഷ്ണൻ അധ്യക്ഷനായി. മൂലക്കണ്ടം പ്രഭാകരൻ, AV സഞ്ജയൻ, T മാധവൻ മാസ്റ്റർ, മനോജ് കാരക്കുഴി, ബാബു V, ഗോപൻ, KV സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന തൈക്കോണ്ടോ പരിശീലനത്തിൽ പങ്കെടുത്ത കുട്ടികളെയും അനുമോദിച്ചു. നാടും നഗരവും പെരുന്നാളിനെ വരവേൽക്കുന്നു. തിരക്കിൽ വീർപ്പുമുട്ടി കാസർഗോഡ് നഗരം. വിശുദ്ധ റംസാന്റെ 30 ദിനരാത്രങ്ങൾക്കൊടുവിൽ പെരുന്നാൾ പടിവാതിൽക്കലെത്തിയതോടെ വൻ തിരക്കാണ് കാസർഗോഡ് നഗരത്തിൽ അനുഭവപ്പെട്ടത്. കനത്ത മഴയായിരുന്നിട്ട് കൂടി രാവിലെ തന്നെ കാസർഗോഡ് അങ്ങാടി ജനങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടി. വസ്ത്രക്കടകളിലും മത്സ്യ മാംസക്കടകളിലും വൻ തിരക്ക് അനുഭവപ്പെട്ടു. പച്ചക്കറി സ്റ്റാളുകളിലും തിരക്കോട് തിരക്കായിരുന്നു. നോമ്പ് 20ഓടെ തന്നെ നഗരത്തിൽ തിരക്കായിരുന്നുവെങ്കിലും അവസാന 2 ദിവസങ്ങളിൽ അബോധപൂർവമായ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. എന്നാൽ കനത്ത മഴ വഴിവാണിഭക്കാരെ പ്രതികൂലമായി ബാധിച്ചു. മഴ തിമിർത്തി എത്തുമ്പോഴേക്ക് തങ്ങളുടെ സാധനങ്ങളുമായി ഓടുന്ന കച്ചവടക്കാർ ഇതിനിടയിലും സങ്കട ചിത്രമായി മാറി. റംസാൻ റിലീഫും സ്കോളർഷിപ്പും ഒരുക്കി സുന്നി പ്രവർത്തകർ. ചെങ്കളത്തൊട്ടി ബിലാൽ നഗർ ശാഖ SYS കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. വർഷങ്ങളായി സേവനത്തിന്റെ വേറിട്ട വഴിയിലൂടെ സഞ്ചരിക്കുന്ന സുന്നി പ്രവർത്തകർ ഓരോ റംസാൻ മാസത്തിലും നിർധനരായ നിരവധി പാവങ്ങൾക്കാണ് സാന്ത്വനം പകരുന്നത്. പഠിക്കാൻ മിടുക്കരായ വിദ്യാർത്ഥികളെ സ്കോളർഷിപ്പുകൾ നൽകി പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിലും സുന്നി പ്രവർത്തകർ മുൻപന്തിയിലാണ്. സ്വലാത്ത് മജ്ലിസോടെയായിരുന്നു പരിപാടിയുടെ തുടക്കം. സ്വലാത്ത് സദസ്സിന് അബു താഹിർ അൽ ബദ്രി പട്ടാമ്പി നേതൃത്വം നൽകി. തുടർന്ന് നടന്ന പൊതുപരിപാടി കാസി പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. ഭംഗിയായ നിലയിൽ ഈ വർഷവും അത് നടത്തണമെന്ന ആഗ്രഹം, അതനുസരിച്ച് നമ്മുടെ മുഹിബ്ബീങ്ങളായ സഹോദരന്മാരും നേതാക്കളും ഇവിടെ വന്നെത്തിയിട്ടുണ്ട്. ഈ ഒറ്റശാലയിൽ ഒരു സാലിഹൻ അമലായി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. സലാത്ത് ഏറ്റവും പ്രധാനമായ ഒരു അമലാണ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുവും അവൻ്റെ മലായികത്ത്, മഹാന്മാരായ മലക്കുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്കോളർഷിപ്പ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിൽക്കുന്ന MLA നിർവഹിച്ചു. റിലീഫ് വിതരണം വോൾഗ അബ്ദുറഹ്മാൻ ആജി നിർവഹിച്ചു. മൗലവി ബദ്രുദ്ദീൻ ചെങ്കള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അബ്ദുറഹ്മാൻ ഫൈസി മഞ്ചേശ്വരം പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ചെങ്കളം അബ്ദുള്ള ഫൈസി, യു സഹദ് ആജി, മുഹമ്മദ് മൗലവി, കുന്നിൽ അബ്ദുള്ള, PB അബ്ദുറഹ്മാൻ ആജി, ആരിസ് ദാരിമി ബിദിര, BMA ഖാദർ, അബ്ദുള്ള മൗലവി പാണലം തുടങ്ങിയവർ സംസാരിച്ചു. ബസ് ജീവനക്കാരും വിദ്യാർത്ഥികളും ഏറ്റുമുട്ടി. തുമിനാട്ടിൽ യാത്രക്കാർ വലഞ്ഞു.
കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സിലായിരുന്നു സംഭവം. മഞ്ചേശ്വരം തോമനാട്ടിലെത്തിയപ്പോഴായിരുന്നു വിദ്യാർത്ഥികളും ജീവനക്കാരും ഏറ്റുമുട്ടിയത്. ഉപ്പളയിൽ നിന്ന് കയറിയ 2 വിദ്യാർത്ഥികളും കണ്ടക്ടറും തർക്കമുണ്ടാവുകയും ഒടുവിൽ തുമിനാട്ടിലെത്തിയപ്പോൾ കണ്ടക്ടർ വിദ്യാർത്ഥികളെ ബസ്സിൽ നിന്ന് ഇറക്കിവിടാൻ ശ്രമിക്കുകയും ചെയ്യുകയായിരുന്നു. ഇതോടെ രംഗം കൂടുതൽ വഷളായി. തുടർന്ന് ബസ് ട്രിപ്പ് കട്ട് ചെയ്തതോടെ യാത്രക്കാർ പെരുവഴിയിലാവുകയും ചെയ്തു. തൊക്കോട്ടിലേക്ക് പോയിട്ടിരിക്കുമ്പോഴേക്ക് ബസ്സിൻ്റെ കണ്ടക്ടർ ടിക്കറ്റ് ഞങ്ങൾ വിളിച്ച് കൊടുത്ത്. അപ്പോൾ ചീത്ത വാക്കാൽ വിളിച്ച് നല്ലോണം വിളിച്ച്. അങ്ങനെ ഞങ്ങൾ സ്റ്റുഡൻറ്റ് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയത് ഇപ്പോഴത്തേക്ക് പോയിട്ട് വരുന്നത് നല്ലോണം ചീത്തല വിളിച്ചിട്ട് ഭയങ്കര പ്രശ്നമില്ലായിരുന്നു. വേലേശ്വരം വിശ്വഭാരതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെയും EMS ഗ്രന്ഥാലയത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ കാവേരിയമ്മ സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. SSLC +2 വിജയികൾക്കുള്ള അനുമോദനവും നടന്നു. വേലാശ്വരത്ത് കമ്മ്യൂണിസ്റ്റ് കർഷക പോരാട്ടത്തിൽ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച കാവേരിയമ്മയുടെ പേരിൽ എൻഡോമെന്റ് ഏർപ്പെടുത്തി വിശ്വഭാരതി UAE കമ്മിറ്റി ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പ് വിതരണം നടന്നു. വേലാശ്വരം വിശ്വഭാരതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും EMS ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് കാവേരിയമ്മയുടെ പേരിൽ എൻഡോമെന്റ് ഏർപ്പെടുത്തിയത്. 2015-16 വർഷത്തെ SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം M. കേളുപ്പണിക്കർ വിദ്യാർത്ഥികൾക്ക് ഉപഹാരം കൈമാറി. നമ്മുടെ എല്ലാം വൈദ്യമ്മ, ആ കാവേരി അമ്മ അക്ഷരാഭ്യാസം വരികയില്ലാത്ത അമ്മ, ആ അമ്മയുടെ ദീർഘവീക്ഷണം ഉണ്ടല്ലോ. എനിക്ക് അക്ഷരം കിട്ടിയില്ലെങ്കിലും നാളെയുടെ നാമ്പുകളായി നമ്മുടെ നാട്ടിൽ വളർന്നു വരേണ്ട നല്ലവരായ കുട്ടികൾക്ക് ഒരു ഉത്തേജനം കൊടുക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള ഒരു ഗ്രന്ഥാലയം നമ്മുടെ നാട്ടിൽ വളർന്നു വരണമെന്ന ഉത്കടകമായ ആകാംക്ഷയുടെ അമ്മ പുറത്താക്കിയെങ്കിൽ EMS ഗ്രന്ഥാലയം പ്രസിഡന്റ് NP സുബ്രഹ്മണ്യം മാസ്റ്റർ അധ്യക്ഷനായി. P. കൃഷ്ണൻ, V. ഓമന, KV ബാലകൃഷ്ണൻ, MV രവീന്ദ്രൻ, CV കൃഷ്ണൻ, KV കുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. അടോട്ട് മൂത്തേടത്ത് കുതിര് പഴയ സ്ഥാനം പാടാർകുളങ്ങര ദേവസ്ഥാനത്തെ കേരള പൂരക്കളി കലാ അക്കാദമി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പൂരക്കളി കലാകാരന്മാരെ അനുമോദിച്ചു. അടോട്ട് മൂത്തേടത്ത് കുതിര് പഴയ സ്ഥാനം പാടാർകുളങ്ങര ദേവസ്ഥാനത്തെ പൂരക്കളി കലാ അക്കാദമിയുടെ നേതൃത്വത്തിലാണ് SLC +2 വിജയികളെ അനുമോദിച്ചത്. പൂരക്കളി കലാകാരന്മാരെയും അനുമോദിച്ചു. റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വളരെ അന്യം നിന്ന് പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയതാണ്. എന്ന് പറഞ്ഞാൽ ഇതാരും ശ്രദ്ധിക്കാതെ, ഇതിന് വേണ്ടുന്ന അംഗീകാരം നൽകാതെ, ഈ രംഗത്തെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാതെയൊക്കെ ഏതാണ്ടൊരു ക്ഷേത്രകല എന്ന നിലയിൽ വളരെ വിപുലമായ ഒന്നുമുള്ള പ്രചാരം ലഭിക്കാത്തിരുന്നു നിൽക്കുകയായിരുന്നു. എന്നാൽ ആ കലയെ ഒരു വലിയ ജനകീയ കലയാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രവർത്തനങ്ങളാണ് പിന്നീടുന്നത്. അടോട്ട് പഴയ ദേവസ്ഥാനം പ്രസിഡന്റ് T. ഹരിഹരൻ അധ്യക്ഷനായി. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സൈനബ, വാർഡംഗം P. ബിന്ദു, K. കുമാരൻ, VP പ്രശാന്ത്, KV സജീവൻ, K. ഉണ്ണികൃഷ്ണൻ, രവീന്ദ്രൻ, PV പുഷ്പ, P. രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള ഫോക്ലോർ അക്കാദമിയിൽ നിന്നും പൂരക്കളി കലാകാരന്മാർക്ക് അനുവദിച്ച ചികിത്സാധന സഹായം മന്ത്രി E. ചന്ദ്രശേഖരൻ നിർവഹിച്ചു. മന്ത്രി E. ചന്ദ്രശേഖരന് പൂരക്കളി അക്കാദമി യൂണിറ്റ് നൽകുന്ന ഉപഹാരം ദേവസ്ഥാന സെക്രട്ടറി K. കുമാരൻ കൈമാറി. കാലിച്ചാനടുക്കം NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ SSLC ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കാലിച്ചാനടുക്കം NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. യൂണിയൻ സെക്രട്ടറി R. മോഹനകുമാർ ഉപഹാര വിതരണം നടത്തി. P. തമ്പാൻ നായർ അധ്യക്ഷനായി. K. ജയകുമാർ, AV അഭിഷേക്, ഗോപിക, ഗോപിനാഥ്, അനശ്വര, സജീന്ദ്രൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. SLC +2 പരീക്ഷകളിൽ വിജയം കരസ്ഥമാക്കിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പനിച്ചുവിറച്ച് കാസർഗോഡ് ജില്ല, ഡെങ്കിപ്പനിയും പടരുന്നു.
കാലവർഷം കനത്തു. അജാനൂർ കടപ്പുറത്ത് കടലേറ്റം. നിരവധി വീടുകൾ തകർച്ചയെ നേരിടുന്നു. കാഞ്ഞങ്ങാട് നഗരസഭയിൽ വാർഡ് കേന്ദ്രങ്ങളിൽ ഓഫീസ് തുറന്നു. ചെറുകിട വ്യാപാര മേഖലയിലെ കുത്തകകളുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കണമെന്ന ആവശ്യം ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU ഏരിയ സമ്മേളനം സമാപിച്ചു. ജീവകാരുണ്യ പ്രവർത്തനത്തിന് ക്ഷേത്ര സഹായനിധി. കൂടാനം ക്ഷേത്ര സേവാ സംഘം മാതൃകയാകുന്നു. പെരളത്തെ കുട്ടികൾ വെള്ളക്കെട്ടിനെ പേടിക്കില്ല. കുട്ടികളെ നീന്തൽ പഠിപ്പിച്ച് റെഡിയങ്സിന്റെ പ്രവർത്തകർ. തെക്കേപ്പുറം തണൽ ചാരിറ്റി കൂട്ടായ്മ പ്രവർത്തനം മാതൃകയാകുന്നു. ലോഗോ പ്രകാശനം ചെയ്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.